അങ്ങനെ കുറച്ച് ഏറെ ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ടേ ഞാൻ ഏട്ടനെ വീട്ടിലേക്ക് പോവാട്ടോ. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, അതെന്താണെന്നറിയില്ല. എല്ലാ തിരിച്ചുപോക്കും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയം അപ്പം അച്ഛൻ അഭിമോന് ഉഴുന്നുവടയും പരിപ്പോടെയും കുറേ സ്നാക്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതെല്ലാം കഴിച്ചു. നേരെ ഒരു യാത്ര പറച്ചിലാണ്. അതൊരു ഭയങ്കര വൈകാരികമായൊരു മൊമെൻ്റാണ് അത്. എത്ര ദിവസം വന്ന് നിന്നിട്ട് പോകുമ്പോഴും ഇതേ ഫീലാണ് കേട്ടോ. അങ്ങനെ അഭിമോൻ അപ്പൂപ്പനും അമ്മയ്ക്കും ടാറ്റയൊക്കെ കൊടുത്ത് അപ്പൂപ്പനായിട്ട് കുറച്ച് നേരം കളിച്ച് ടാറ്റ പറഞ്ഞ് ഞങ്ങളിതാ കൊല്ലത്തേക്ക് വരികയാണ് കേട്ടോ. എന്താണല്ലേ, ഭയങ്കര വിഷമമാണ്. അതെന്താണെന്നറിയില്ല, അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ച് കൊല്ലത്തേക്കെത്തി. കൊല്ലത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങളെ ഒരാളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരാന്നറിയോ? ഇതാണ് ഞങ്ങളുടെ ആയുസ്. അങ്ങനെ ആയുമോള് ചേട്ടനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയായിരുന്നു. എന്താ നോക്കുക, അവനെ വന്ന് കെട്ടിപ്പിടിച്ച്. അവനാണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ഇവളെന്താ ചെയ്യണേ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവൻ. അങ്ങനെ അകത്ത് കയറി അവൾ ഓരോ ടോയ്സ് എടുത്ത് അവന് കൊടുക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെയുള്ള കളിയും ബഹളവും ഒക്കെയായി.